ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നേരെ വൈകിട്ടാണ് എണീക്കുക, സ്വാഭാവികം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പത്തിരി ഒന്നും വേണ്ട, വേറെ വല്ല കടികളൊക്കെ മതിയെന്ന്. കാരണം ഇക്കാടെ വീട്ടിൽ മിക്കവാറും ദിവസം പത്തിരി ആയിരിക്കും, അപ്പോൾ അതിനോടുള്ള താല്പര്യമില്ല. പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളമ്മമാർ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പരാതി പരിഭവം ഇല്ലാണ്ടൊക്കെ റെഡിയാക്കി തരും. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗെയ്സ്. അപ്പോഴേക്കും ഞാനൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടനും കുറച്ച് ചിപ്സ് ഇരുന്ന് കഴിച്ചു ഗെയ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണ് കേട്ടോ അത്. അതിനിടയിൽ എൻ്റെ ഉമ്മ ഒരു കഷ്ണം മുരിഞ്ഞ ദോശ എടുത്തിട്ട് എൻ്റെ വായ വെച്ചിട്ട് പറഞ്ഞു, മോളെ ഇതിലൊന്ന് ഉപ്പുണ്ടാകുന്ന നോക്ക്. ഞാൻ പറഞ്ഞോ അടിപൊളിയാണ്, കാരണം മറ്റുള്ളവരുണ്ടാക്കി തരുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഉഷാറായപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞു, ഉമ്മ നീ മാറിക്കോ, ബാക്കിയുള്ള ദോശകളൊക്കെ ഞാൻ ചുട്ടെടുത്തോളാം. അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു ഗെയ്സ്. അങ്ങനെ ഞാൻ എൻ്റെ ആയുധമൊക്കെ കയ്യിലെടുത്ത് സെറ്റായി ഗെയ്സ്. അപ്പോഴേക്കും അവിടെ തേങ്ങ ചിരകുന്നുണ്ട് നമുക്ക് ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദോശ ചുരുന്നത് കണ്ടിട്ട് ഇതിൻ്റെ ആകൃതി ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട ഗെയ്സ്. ഞാൻ ഇടത് കൈ കൊണ്ടാണ് ദോശ ചുരുന്നത്, വലത് കയ്യിൽ ഫോണാണ്. ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലൊക്കെ ദോശ ചുരുന്ന ആളാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് എനിക്കറിയാം. പിന്നെ ടേസ്റ്റിലല്ലേ കാര്യം, ആകൃതിയിലല്ലല്ലോ. അങ്ങനെ നമ്മൾ ദോശ റെഡി ആയി കഴിഞ്ഞപ്പോൾ ചട്നി ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മൾ ചാടിക്കായിരുന്നു ഗെയ്സ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുപ്പിലുണ്ടാക്കിയ കാരണം നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പം കൂടിയിട്ടാണ് ചാടിക്കാൻ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ദോശ, രസമുണ്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ആളും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ചാടിച്ചു ഗെയ്സ്. അപ്പോഴേക്കും ഐഷ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, കല്ലളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കിതൊക്കെ തന്നെയല്ലേ പണി. മാമാടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞങ്ങൾ കല്ലളിക്കാറ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗെയ്സ്. ഞങ്ങളെ കാലത്ത് ഒരാൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ഗെയ്സ്, വേറെ ആരുമല്ല, ഞങ്ങളെ ഉമ്മയാണ്. ആൾക്ക് ഇതൊക്കെ ഒരു നേരം പോക്കാണ്, ഞങ്ങളിവിടെ ഫ്രണ്ടിലിരുന്ന് കല്ലളിക്കണമൊക്കെ. അങ്ങനെ ഞങ്ങൾ കലാപരിപാടികളൊക്കെ ആരംഭിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലളിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കാൻ പറ്റും. കാരണം ഞാൻ 1 മുതൽ 7 വരെ തിരുവത്ര സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു 6 7 പഠിക്കുമ്പോൾ അവിടുത്തെ ഫ്രണ്ടിലത്തെ ഗ്രൗണ്ടിൽ ഞങ്ങളിരുന്ന് കല്ല് കളിക്കുമായിരുന്നു. അവിടെ ഒരു അത്തിമരങ്ങളുണ്ട്, അപ്പോൾ ആ മരത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കല്ല് കളിക്കും. നല്ല രസമായിരുന്നു. പിന്നെ വളപ്പൊട്ട് കളി, പിന്നെ അതുപോലെ തന്നെ പുളിങ്കുരു നേട്ടം, അങ്ങനെ. അപ്പോൾ ഇവരിവിടെ കല്ല് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഫസ്റ്റ് ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ടച്ച് വിട്ടു പോയില്ലേ, കുറേ വർഷമായില്ലേ. എന്നാലും പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കാൻ പറ്റി. അപ്പോഴേക്കും നമ്മളിടയ്ക്ക് 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ഷെൻസാണ്. ഞാനെപ്പോൾ ഇവിടെ വന്നാലും അവരുണ്ടാവാറുണ്ട്. ഇപ്പോൾ അവർ വേറെ വീട് വെച്ച് അങ്ങോട്ട് താമസം മാറി. അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇവള് എൻ്റെ എന്താ പറയുക, ഇടം വല ഉണ്ടാവും. എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ഇവള്. അവളെൻ്റെ വീഡിയോക്ക് ഹായൊക്കെ പറയുന്നത്. ഇവരെൻ്റെ കസിൻ്റെ മക്കളാണ്. ഇതാണ് എൻ്റെ കസിന് സനു. അവളും അളിയനും കൂടി ഇപ്പോൾ വന്നതാണ് പിള്ളേരായിട്ട്. അപ്പോഴേക്കും ആൾ വന്ന് പോസ് ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ അളിയന്. ആളിങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആളൊരു സകലകലാവല്ലഭനാണ്. അപ്പോഴേക്കും മാമി പോയിട്ട് അവർക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ട് ജ്യൂസ് എന്ന്. അപ്പോൾ ആൾ കുഴപ്പമില്ല, അടിപൊളിയാണ് എന്നൊക്കെ പറയണം. ക്യാമറ കണ്ടുകഴിഞ്ഞാൽ ആൾ ഫുൾ ഓണാണ് കേട്ടോ. ആൾ നല്ല ആക്റ്റീവാണ്, നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കും. അവരിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ഐഷൻ ചെയ്യാനും പോവാണ് ഗെയ്സ്. ഇനി ഞാനിവിടെ ഒറ്റക്കാവും. അപ്പോഴേക്കും നമ്മൾ ഷെൻസു യാത്രയൊക്കെ പറയാണ്, ഞാൻ പോവാണ് നീ വായോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വിളിച്ച്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അവർ പോണത് ഈ വണ്ടിയിലാണ്, അളിയൻ്റെ ഗുഡ്സിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടാണ് അവരൊക്കെ പോണത്. അതൊരു വല്ലാത്ത വൈബായിരിക്കുമല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്കും പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അളിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പച്ചക്കറിക്ക് വിളിച്ച് പറയണം മൈക്കൊന്ന് ഓണാക്കി വെക്കാൻ. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവർ പോയി. തിരിച്ച് ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മീൻ വറുത്തുണ്ട്, പച്ചക്കറി ഉണ്ട്, ചീരടൽ തോരണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചു ഗെയ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.